പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ദയവ് ഇതൊരു അപേക്ഷയാണ്, ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഞാനിപ്പം പറയുന്ന, അതായത് തർജ്ജിമ ചെയ്യുന്ന അതിൻ്റെ ക്വാളിറ്റി ഒന്നും നോക്കി ഈ വീഡിയോ വിലയിരുത്തരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ത്യയിലെ പഞ്ചാബ് എന്ന സംസ്ഥാനത്തിലെ സുവർണ ക്ഷേത്രത്തിലോട്ടുള്ള യാത്ര. ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുത്തെ പകൽ സമയത്തെ ദൃശ്യങ്ങളും രാത്രി സമയത്തെ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തത്. ആരും വീഡിയോ കാണാതെ പോകരുത്. അങ്ങനെ നമ്മൾ പഞ്ചാബ് എന്ന സംസ്ഥാനത്തെത്തി. അവിടെ നിന്ന് നമ്മൾ വന്നിരുന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുതിര വണ്ടിയിലാണ്. അതൊരു വലിയൊരു അനുഭവമായിരുന്നു കേട്ടോ. സംബന്ധിച്ച് ഞാൻ കുതിരവണ്ടിയിലൊന്നും കയറിയിട്ടില്ല. ഒരു വല്ലാത്തൊരു അനുഭവം, മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. കുതിരവണ്ടിയിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയത് ഓർത്തിട്ട് ഒരു വ്യത്യസ്തരമായ അനുഭവം. അപ്പോൾ ഒരു 1-2 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ ചെന്ന്. നമ്മളിപ്പോൾ കുതിരവണ്ടി ചെന്ന് ഇറങ്ങുന്നിടത്തു നിന്ന് ക്ഷേത്രത്തിലൂടെ നടക്കാൻ അതും ഭയങ്കര ഒരു അനുഭവമാണ്. നമുക്കത് കാണാം. നമ്മൾ കുതിരവണ്ടിയിൽ ചെന്നിറങ്ങി ഇവിടെ നിന്ന് നമുക്ക് നടന്നാണ് നമുക്ക് അമ്പലത്തിൻ്റെ അടുത്തോട്ട്, ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകേണ്ടത്. പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലുമായിട്ട് ഒരുപാട് കടകൾ കാണാം. കടകൾ, പിന്നെ ഒരുപാട് ആൾക്കാർ, ഇവരൊക്കെ നമുക്ക് കാണാം. സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് അവരുടെ സുവർണക്ഷേത്രം. 1883 1920 ഇടയിൽ സിഖ് സഭ പ്രസ്ഥാനത്തിൻ്റെയും 1947 1966 ഇടയിൽ പഞ്ചാബി സുബ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമായി സുവർണക്ഷേത്രം മാറുകയാണ് ഉണ്ടായത്. ഈ സുവർണക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷേ ഇവിടുത്തെ കുറച്ച് ആചാരങ്ങളും ഞാൻ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എല്ലാ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. എല്ലാ ആൾക്കാർക്കും ഈ ആരാധനാലയം തുറന്നു കൊടുക്കും. ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ ആചാരങ്ങളും എനിക്കൊരു വ്യത്യസ്തരമായ ഒരു മനസ്സിന് ഭയങ്കര പോസിറ്റിവിറ്റി എനിക്ക് കിട്ടിയ ഒരു അനുഭവം കൂടിയാണ് ഇവിടെ വന്നപ്പം. ഇവിടെ വന്ന് നമുക്ക് പുറത്ത് ആദ്യമേ തന്നെ നമ്മൾ ചെരുപ്പ് ഊരിക്കൊടുക്കണം. പിന്നെ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ്. ഈ നീലക്കുപ്പായിട്ടിരിക്കുന്ന ആ സെക്യൂരിറ്റി അവർ ഈ ക്ഷേത്രത്തെ പൊന്നുപോലെ നോക്കുന്നവരാണ്. അപ്പോൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ അതുപോലെ തന്നെ ആചരിക്കണം. ഇവരുടെ എല്ലാം തലയിലുള്ള കെട്ട് കണ്ടോ, നമ്മളിവിടെ മുടി അത് കാണിക്കാൻ അത് പാടില്ല. അപ്പം അതുണ്ട്. അപ്പോൾ തലയിൽ തുണി കെട്ടണം. ഒന്നെങ്കിൽ അവർ തരും, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ത്രീകൾക്ക് ഷോൾ ഇട്ടാൽ മതിയാകും. പിന്നെ ഉള്ളത് ഈ വെള്ളം, നമുക്ക് ഈ ദാഹജലം എന്തോ ഒരു വല്ലാത്ത രുചിയായിരുന്നു കേട്ടോ. ഈ ഒരു സാധാരണ എല്ലാവർക്കും വെള്ളമല്ലായിരുന്നു, പക്ഷേ ഒരു മനസ്സ് സന്തോഷം കൊണ്ട് തരുന്നത് കൊണ്ടാണെന്ന് അറിയത്തില്ല. ഇവിടെ ഓരോ മുക്കിനും ഇവരിങ്ങനെ വെള്ളം കൊടുക്കും. ഇവർ നേർച്ചയുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടും കൊടുക്കുന്നതാവാം. എനിക്ക് എപ്പോൾ ഇവർ വെള്ളം കൊടുക്കുന്നത് കണ്ടാൽ ഞാൻ ഓടിപ്പോയി കുടിക്കാറുണ്ട്. ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം തോന്നും. പിന്നെ ഈ ക്ഷേത്രത്തിലോട്ട് കാല് കുത്തുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ സുവർണക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തെത്തി. നിങ്ങളീ കാണുന്നതാണ് സുവർണക്ഷേത്രം. ഈ സുവർണക്ഷേത്രത്തിൽ പ്രധാനമായും 4 പ്രവേശന കവാടങ്ങളുണ്ട്. ചതുരാകൃതിയിലാണ് ഇതിൻ്റെ പ്ലാനും വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു കുളവും, ആ കുളത്തിന് ചുറ്റും പ്രദക്ഷിണ പാതയുണ്ട് കേട്ടോ. ആ പ്രദക്ഷിണ പാതയിൽ പ്രദക്ഷിണങ്ങൾ ആൾക്കാർ ചെയ്യാറുണ്ട്. ഈ 4 പ്രവേശന കവാടങ്ങളിൽ സമത്വത്തിലുള്ള സിഖ് വിശ്വാസത്തെയും എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ള ആളുകളെ അവരുടെ പുണ്യസ്ഥലത്ത് സ്വാഗതം ചെയ്യുന്നുവെന്ന സിഖ് വീക്ഷണത്തെയുമാണ് പ്രതീകപ്പെടുത്തുന്നത്. ഒരു ശ്രീകോവിലിന് ചുറ്റിലുമായി കുളവും. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ആകൃതി. നിങ്ങളിപ്പോൾ കാണുന്നത് രാത്രിയിലുള്ള ദൃശ്യങ്ങളാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട്. ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്, നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും
ഹാൻഡ് വാഷും ലെഗ് വാഷും ഉണ്ട്. ഇപ്പോൾ ഇത് കാണുന്നത് ലെഗ് വാഷാണ്. നമ്മൾ കയറുമ്പോൾ ഹാൻഡ് വാഷ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ കൈ നന്നായി കഴുകി ശുചിയായിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട്. പകൽ സമയത്ത് ഇവിടെ ലങ്കാർ കൊടുക്കാറില്ല. ലങ്കാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നേർച്ചയാണ്. അത് ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് നോക്കട്ടെ, അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാനിതിൽ ഉൾപ്പെടുത്താം. അത് നമ്മുടെ മനസ്സിന് ഒരുപാട് എന്താ പറയുക, വയറ് നിറച്ച് ഒരു ആഹാരം തന്നേ ഒരു വിടുള്ളൂ. അത് അതിൻ്റെതായ ഒരു രീതിയിൽ കഴിക്കേണ്ടതും കൂടിയുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, ഇത് സുവർണക്ഷേത്രത്തിൻ്റെ അകത്ത് കയറാനായിട്ടുള്ള ക്യൂ ആണേ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഈ കുളത്തിൽ എന്താ പറയുക, നമ്മൾ ആ ജലത്തെ അത്രയും പുണ്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് സുവർണക്ഷേത്രവും അതിലെ ഈ മനോഹരമായ കാഴ്ചകളും അവരുടെ ആചാരങ്ങളും എല്ലാം ഒരുപാട് അനുഭവിച്ചു. മനസ്സിന് ഒരുപാട് സന്തോഷവും ഒരുപാട് പോസിറ്റിവിറ്റിയൊക്കെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുന്നു ഉള്ളതല്ല, നമ്മളിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു അധ്യായം കൂടി, ഒരു വീഡിയോ കൂടി ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.